Hello my dear beautiful souls, welcome back to our YouTube channel Healing Angels Sibley Tarot Malayalam. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോണത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങോ അല്ലെങ്കിൽ കരിയർ റീഡിങ്ങോ ഒന്നുമല്ല. നമ്മൾ ഇന്നൊരു കോൾ മീ ബാക്ക് സ്പെല്ലാണ് ചെയ്യാൻ പോണത്. ശരിക്കും ഇത് എൻ്റെ സ്പെല്ലല്ല, ഞാനൊരു ചാനൽ കാണലുണ്ടായി കുറേ നാളായിട്ട്, ടാം പ്രഡിക്ട്സ് എന്ന് പറഞ്ഞിട്ട്. ആ മാമിൻ്റെ സ്പെല്ലാണ്. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കുറേ കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, തിരിച്ച് വിളിക്കണില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, ആ രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ഞാൻ വെച്ചപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. സോ ഇതൊരു വൈറ്റ് മാജിക് സ്പെല്ലാണ്. ആ മാം അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇതൊരു വൈറ്റ് മാജിക് സ്പെല്ലാണ്. സോ ഇത് ബ്ലാക്ക് മാജിക് ഒന്നുമല്ല, നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ വിശ്വസിച്ച് ചെയ്യുക, അല്ലാതെ ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് നടന്നു എന്ന് കരുതിയിട്ട് തന്നെ ഇരിക്കുക, എന്നാലാണ് ഈ സ്പെല്ല് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനാകെ വേണ്ടത് ഒരു ബ്ലൂ പെന്നാണ്. ഓക്കെ, ബ്ലൂ പെൻ അത് ജെൽ പെൻ ആയാലും കുഴപ്പമില്ല, സ്കെച്ച് ആയാലും കുഴപ്പമില്ല, ബ്ലൂ പേനയായാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കട്ടിയിലിടുക. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത് വാഷ് ഓഫ് ആ സമയത്ത് വാഷ് ഓഫ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോയെന്ന് വെച്ച് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കാം. നമ്മൾ റൈറ്റ് ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് എഴുതുക. ഓക്കെ, സോ എല്ലാവരും റൈറ്റ് ഹാൻഡ് ക്ലീൻ ആക്കി വെക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പോർഷനിൽ നമ്മൾ ക്ലൗഡ് വരച്ചു കൊടുക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് റൈറ്റ് ഹാൻഡിൽ ഓക്കെ നമുക്ക് വരക്കാം. അതായത് 3-3 എന്നുള്ള ഓർഡറിൽ വേണം വരക്കാനായിട്ട്. ഞാൻ വരച്ച് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെത് ആക്രിലിക്കിൻ്റെ പെന്നായതുകൊണ്ട്, പെയിൻറ്റിങ് പെന്നായതൊരു പെട്ടെന്ന് വരും. ത്രീ എന്നുള്ള ഓർഡറിൽ വേണം കേട്ടോ ഇത് വരയ്ക്കാൻ. കണ്ടോ? ദെൻ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എഴുതി കൊടുക്കുക കോൾ മീ ബാക്ക്. കോൾ മീ ബാക്ക്. ദെൻ നിങ്ങളുടെ പേഴ്സൻ്റെ പേര്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ അവിടെ എഴുതാം, ഹരി. വേണമെങ്കിൽ മിസ് യു എന്ന് എഴുതണവർക്ക് മിസ് യു എന്ന് എഴുതാം, അല്ലെങ്കിൽ അൺബ്ലോക്ക് മീ. അൺബ്ലോക്ക് മീ. ദെൻ ഈ ഓരോന്നിൻ്റെ അടിയിൽ നമ്മൾ 3 തവണ അണ്ടർലൈൻ ചെയ്യാം. 1 2 3 1 2 3 1 2 3. ഓക്കെ, ഇതിങ്ങനെ ഫെഡപ്പായിട്ട് കിടക്കും, കുഴപ്പമില്ല. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൈ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ 3 വട്ടം അകത്തേക്ക് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ദെൻ ഇത് നമ്മൾ ത്രീ ടൈംസ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളത് മൈൻഡിൽ നിന്ന് വിട്ടേക്കുക. ദെൻ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ താങ്ക് യു പറയുക. ആൾ എന്നെ വിളിക്കുന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ദെൻ നിങ്ങളത് ഇപ്പം കിടന്നുറങ്ങാൻ നേരത്താണ് ചെയ്യണമെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങിക്കോളൂ. ദെൻ രാവിലെ വാഷ് ഓഫ് ചെയ്തോളാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മോർണിംഗ് ടൈമിൽ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെയാണ്, തിരക്കുടിച്ചൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിക്കാനും നിൽക്കേണ്ട, ഇതങ്ങ് വിട്ടേക്ക്. ഇത് ഇപ്പം ആരെങ്കിലും കണ്ട ആർക്കൊന്നും മനസ്സിലാവാനൊന്നും പോകണില്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല. സോ അതോടത്ത് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. ദെൻ നിങ്ങളിത് വിട്ടേക്ക്. ഇത് എനിക്ക് റിസൾട്ട് കിട്ടി, ഞാനിത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു, മീൻസ് വിളിക്കുന്നുള്ളത്. ഞാൻ ഹസ്ബൻഡ് സിറ്റുവേഷൻ ആയിട്ടൊന്നല്ല ഞാൻ ചെയ്ത്, ഇത് വർക്കൗട്ട് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ
ചെയ്തതാണ്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടണമല്ലോ കമൻറ്റിൽ പറയാം. താങ്ക്